എഡ്ഡി അവൾ സമ്മതിച്ചു. പൂർണ്ണചന്ദ്രൻ ഉദിച്ച പ്രകാശമായിരുന്നു അത് പറയുമ്പോൾ ഹരിയേട്ടൻ്റെ മുഖത്ത്. മനസ്സിൻ്റെ സന്തോഷം അവിടെ തെളിഞ്ഞു കണ്ടു. എൻ്റെ ഒപ്പം ഉള്ളപ്പോൾ ഒരിക്കൽ പോലും ഈ തെളിച്ചം കണ്ടിട്ടില്ല. അവൾ സമ്മതിച്ചില്ലെങ്കിൽ എന്തു ചെയ്തേനെ എന്ന് ഞാൻ വെറുതെ ആലോചിച്ചു നോക്കി. മനസ്സിലും ശരീരത്തിലും മറ്റൊരാളെ പുൽകുന്ന ഒരു മനുഷ്യനൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിയുമോ? ജീവിച്ചാലും അയാൾക്കെന്നെ എന്തെങ്കിലും സ്നേഹിക്കാനാകുമ്പോൾ? അല്ല, എഡ്ഡി സമ്മതിച്ചില്ലെങ്കിൽ മസിലിയൻ US തിരിച്ചു പോകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ പ്രസക്തിയില്ല. പിരിയാനുള്ള എൻ്റെ സമ്മതത്തിന് പോലും ഇവിടെ പ്രസക്തിയില്ല. എങ്കിലും ഇവിടെ ഞങ്ങളുടെ വിവാഹബന്ധം ഇതേപടി തുടർന്നേനെ. ദുർഗന്ധം വമിക്കുന്ന ആ ഭാണ്ഡം ഞാൻ ചുമന്നുകൊണ്ട് നടന്നേനെ. ആർക്കും വേണ്ടാതെ ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ഞാണിന്മേൽ കളി ആണല്ലോ. ചിലവരുടെ റെഡിയാകും, ചിലവരുടെ റെഡിയാകില്ല. എൻ്റേത് റെഡിയായില്ല. ഇതിൽ എനിക്കിത്തിരി വിഷമം ഒക്കെയുണ്ട്. എന്നാലും സാരമില്ല. സ്നേഹിക്കുന്ന രണ്ടുപേർ ഒന്നിക്കാൻ ഞാൻ കാരണമായല്ലോ. ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണുകൾ അനുസരണക്കേട് കാണിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു തുള്ളി പോലും പൊഴിയാൻ ഞാൻ അനുവദിച്ചില്ല. കാരണം ഒഴുകാൻ പോകുന്നത് എൻ്റെ ഹൃദയം മുറിഞ്ഞ രക്തമാണ്. അത് ഈ മനുഷ്യന് ഒരിക്കലും ഒരു ഭാരമായിക്കൂടാ. ശൂന്യമായ മനസ്സോടെയാണ് വീട്ടിലേക്ക് വന്ന് കയറിയത്. സമയം 3 മണി ആകാറായിരുന്നു. ഹരിയേട്ടൻ വേഷം മാറി അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ താഴേക്ക് പോയി. ഞാൻ വെറുതെ കട്ടിൽ കയറി കിടന്നു. വിശപ്പോ ദാഹമോ അന്ന് ഞാൻ അറിഞ്ഞില്ല. താഴെ നിന്ന് ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ തോന്നിയില്ല. അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മനസ്സനുവദിച്ചില്ല എന്ന് വേണം പറയാൻ. പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഉറക്കം തെളിഞ്ഞത്. അടുത്ത ദിവസം എക്സാം ഉള്ളതാണ്. മസിലളിയനെ അവിടെങ്ങും കണ്ടില്ല. ഞാൻ ഫ്രഷായി താഴേക്ക് ചെന്നു. ലിവിംഗ് റൂമിൽ അച്ഛനുണ്ടായിരുന്നു. കരഞ്ഞു തളർന്ന രൂപത്തിൽ. തൊട്ടടുത്ത് തന്നെ അമ്മയും. അവരുടെ അവസ്ഥക്ക് ഞാനും കാരണക്കാരിയാണ്. മകനെ ഞാൻ നന്നാക്കിയെടുക്കും എന്നവർ സത്യമായിട്ടും പ്രതീക്ഷിച്ചു കാണണം. മദ്യപനും പെണ്ണുപിടിയനുമായ ചെക്കന്മാരെ പോലും അങ്ങനെ നന്നാക്കിയ കഥകൾ ഒരുപാടുണ്ടല്ലോ വായിക്കാൻ. സിനിമകൾ ഒരുപാടുണ്ടല്ലോ കാണാൻ. ചുരുക്കം ചില റിയൽ ലൈഫിലും ഉണ്ട്. അപ്പോൾ പിന്നെ എന്നെക്കൊണ്ട് അതിന് കഴിയാത്തത് തീർച്ചയായും എൻ്റെ വീഴ്ചയാണ്. ശ്രീദേവിയമ്മയുടെ അടുത്ത് ചെന്ന് ഞാൻ ആ മടിയിൽ കിടന്നു. അമ്മേൻ്റെ തലമുടിയിൽ വിരലോടിച്ചു കൊണ്ടിരുന്നു. ഇന്നേ വരെ തോന്നാത്ത ഒരുതരം വീർപ്പുമുട്ടൽ, വെറുപ്പിക്കുന്ന ശബ്ദത. വീട്ടിലാകെ തളം കെട്ടി നിന്നു. അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഇപ്പോൾ വന്നിരുന്നെങ്കിൽ ഞങ്ങളെയെല്ലാം സിനിമയിലെടുത്തേനെ. ലതിക്കേശ് കാപ്പി കൊടുക്കാൻ വിളിച്ചിട്ട് പോയി. അവരുടെ മുഖവും അവാർഡ് സിനിമയിലെ നായികയെപ്പോലെ ഉണ്ട്. മോളെ, പ്രാതൽ കഴിച്ചെന്ന് വരുത്തി റൂമിലേക്ക് പോകാൻ നിന്ന് എന്നെ അമ്മ വിളിച്ചു. നിന്നോടെന്താ പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് എനിക്കറിയില്ല മോളെ. മകനെ നന്നാക്കാൻ വിവാഹം കഴിപ്പിക്കുന്ന ടിപ്പിക്കൽ അച്ഛനമ്മമാർ ആയിപ്പോയി ഞങ്ങൾ. നിന്റെ ജീവിതം കൂടി ഞങ്ങൾ കാരണം. അമ്മയുടെ മുഖഭാവം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ആഹാ, കവിയൂർ പൊന്നമ്മ മോഡേണായല്ലോ. എന്താ അമ്മ ഇത്? NTR പോയാൽ നാഗചൈതന്യം വരും. ഇങ്ങനെ സെൻറ്റി അടിക്കല്ലേ, വിട്ട് കളയണം. ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും എൻ്റെ കണ്ണുകൾ അതനുസരിക്കുന്നില്ലായിരുന്നു. അതോടെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു കരച്ചിലായി. അച്ഛനും കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ടു. ഹാർട്ടിന് അസുഖമുള്ള മനുഷ്യനാണേ. വിഷമം ഒന്നും താങ്ങാൻ കഴിയില്ല പാവത്തിന്. ഫോൺ റിങ് ചെയ്തപ്പോൾ മസിലളിയൻ സൈഡിൽ കൂടി ഒന്നും അറിയാത്ത പോലെ റൂമിലേക്ക് വലിഞ്ഞു. മറിമായം മുതൽ കോമഡി സ്റ്റാർസ് വരെ വേണ്ടി വന്നു എനിക്ക് അച്ഛനെയും അമ്മയെയും ഒന്ന് ചിരിപ്പിക്കാൻ. അപ്പോഴേക്കും എനിക്കുള്ള വിളിയെത്തി. നിവേദ്യ, വേഗം റെഡിയായി വരൂ. അഡ്വക്കേറ്റിനെ കാണാൻ പോണം. ഓം ബ്ര, വെപ്രാളം കൊണ്ടൊക്കെ കണ്ടാൽ ഭാര്യയെ ഡെലിവറിക്ക് കൊണ്ടുപോവുകയാണെന്ന് തോന്നും. എന്നെ കൊണ്ടുപോയി കളയാൻ ആണ് ഈ ആവേശം. ഞാൻ ഹരിമോൻ്റെ കൂടെ വന്നോളാം ഞാൻ പറഞ്ഞു. അതാരാ? ഓ, ഹരിമോൻ എനിക്കറിയില്ല. ജാടത്തണ്ടി ശരിയാക്കിത്തരാം. അതോ അതെൻ്റെ ബോയ് ഫ്രണ്ടാണ് ഹരിയേട്ട. ഡിവോഴ്സ് കഴിഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിക്കാൻ ഇരിക്കുക. ആളുടെ മുഖം ഒന്ന് തെളിഞ്ഞ പോലെ തോന്നി. ഓടി എൻ്റെ അടുത്ത് വന്ന് കയ്യിൽ കയറി പിടിച്ചു. ഞാനാ ഗന്ധിച്ചു പോയി. നിവേദ, ഐ ആം സോ ഹാപ്പി ഫോർ യു. നമ്മൾ ഡിവോഴ്സ് ആയാൽ തൻ്റെ ലൈഫ് എങ്ങനെയാകും എന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ സമാധാനമായി. ഐ ആം സോ ഹാപ്പി. അത്രയും പറഞ്ഞിട്ട് ഊർന്നു വീഴാൻ പോയ കണ്ണീർ തുടച്ചുകൊണ്ട് ആൾ മുറി വിട്ടുപോയി. എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചേ? ആരെ പടക്കം പൊട്ടിച്ചേ? എന്തായാലും സ്വന്തം ഭാര്യയ്ക്ക് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് കൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണു നിറക്കാൻ തക്ക വാർത്ത ആണെന്ന് ഞാനിപ്പോൾ അറിയുന്നത്. വക്കീൽ ഓഫീസിലെത്തിയപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ ഓടി വന്ന NTRൻ്റെ മുഖം ഒന്ന് പ്ലിങ്ങി. ഞാൻ പുച്ഛം വാരി വിതറി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും പുച്ഛിക്കാൻ അറിയാം ഹേ. സാമാന്യം വലിയൊരു ഓഫീസാണത്. ഒരു കാര്യവുമില്ലാതെ 10-20 ജൂനിയർ വക്കീലന്മാർ അതിലെ തേരാപ്പാര നടക്കുന്നത് കണ്ടു. എൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. ചിരിക്കുന്ന മുഖത്തിനുള്ളിൽ കരയുന്ന മനസ്സിനെ ഒളിപ്പിക്കാൻ ഞാൻ പാടുപെട്ടു. അഡ്വക്കേറ്റ് മാലിൻ നമ്പ്യാർ 40-45 വയസ്സുള്ള സ്ത്രീയാണ്. കുറുക്കൻ്റെ പോലെ കൗശലം നിറഞ്ഞ മുഖം. ഡിവോഴ്സ് സ്പെഷ്യലിസ്റ്റാണ് ആൾ. കേസ് നന്നായി പഠിച്ചിട്ട് മാത്രമേ എടുക്കൂ എന്ന് കേട്ടിരുന്നു. ഏറ്റെടുത്താൽ പിരിക്കും എന്നത് ഗ്യാരണ്ടിയാണെന്നും. വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. വക്കീലമ്മ പണി തുടങ്ങി. ഞാൻ തല ചൊറിഞ്ഞു. അതെ മാഡം.
ആഹാ, എന്താ വിനയം! ഇങ്ങനെ സാഹചര്യം അനുസരിച്ച് വാരി വിതറാൻ എൻ്റെ NTRന് മാത്രമേ പറ്റൂ. താങ്കൾ എന്തു ചെയ്യുന്നു? ഡോക്ടറാണ്, US-ൽ. വയസ്സ് 28. അടുത്തത് ഇനി എനിക്കായിരുന്നു. ഓക്കെ, കുട്ടി എന്തു ചെയ്യുന്നു? MBA സ്റ്റുഡൻ്റാണ്. വയസ്സ് 21. ഞാൻ പറഞ്ഞു. അത് അവർക്കത്ര പിടിച്ചില്ല എന്ന് തോന്നി. വെറും 6 മാസമേ ആയുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. ഇത്ര വേഗം പിരിയാനുള്ള കാരണം? ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയുന്നില്ല മേഡം, അതുകൊണ്ടാണ്. ഓഹോ, അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മദാമ കാമുകയെ കെട്ടാനല്ല. എന്നാലും കുറച്ചു കാലം കൂടി ശ്രമിച്ചുകൂടെ? നിങ്ങൾ രണ്ടാളും ചെറുപ്പമാണ്. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. വക്കീലമ്മ അവസാന ശ്രമം പോലെ ചോദിച്ചു. ഈ 6 മാസം ശ്രമിച്ചിട്ടും കഴിയുന്നില്ല മേഡം. അതാണ് ഞങ്ങൾ ശ്രമിച്ചെന്നു. ആര് ശ്രമിച്ചു? കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയപ്പോൾ മുങ്ങിയിട്ട് മിനിഞ്ഞാന്ന് പൊങ്ങിയ നിങ്ങളാണോ? ഇതെന്താണ്, താങ്കൾ മാത്രമാണല്ലോ സംസാരിക്കുന്നത്? കുട്ടിക്കൊന്നും പറയാനില്ലേ? എനിക്ക് സമ്മതമാണ് മേഡം പിരിയാൻ. ഞാൻ പുറത്തേക്ക്. എന്തായാലും നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കൂ. ഞാൻ ഈ കുട്ടിയോടൊന്ന് സംസാരിക്കും. വക്കീലമ്മ മസിലളിയനെ പുറത്താക്കി. കുട്ടി പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണോ വിവാഹമോചനത്തിന് തയ്യാറായത്? അതെ മേഡം, ഞാൻ പതറാതെ പറഞ്ഞു. വിവാഹം എന്നാൽ കുട്ടിക്കളിയല്ല കുട്ടി. ഈ താലിക്കൊരു പവിത്രതയില്ലേ? ഇതിങ്ങനെ വെറുതെ അറുത്തു മാറ്റാൻ കഴിയുമോ? താലിയുടെ പവിത്രത അറിയുന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ ഈ തീരുമാനം. ഇഷ്ടമില്ലാതെ എൻ്റെ കഴുത്തിൽ കെട്ടി ഈ താലി വെറുമൊരു ലോഹകഷ്ണം മാത്രമായിട്ടാണ് എൻ്റെ ഭർത്താവ് കാണുന്നത്. ഈ താലി തന്നെ ഒരു വാഗ്ദാനമല്ല മേഡം. അവസാനം വരെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാം എന്ന വാഗ്ദാനം. ഒരാൾ മാത്രം വിചാരിച്ചാലത് പാലിക്കാൻ കഴിയില്ലല്ലോ. താലി ഭർത്താവിന് പവിത്രം അല്ലെങ്കിൽ പിന്നെ ഭാര്യയ്ക്ക് എതിർബാധ്യതാണ്, ശരിയല്ലേ? അവർ പിന്നെയൊന്നും പറയാൻ നിന്നില്ല. കുടുംബ കോടതിയിൽ നിന്ന് കൗൺസിലിങ്ങിന് വിളിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം അവസാനത്തെ എക്സാം ആയിരുന്നു. ഒരുവിധം എഴുതിയെന്ന് പറയാം. സെംബ്രക് ബേക്കിൻ്റെ സമയത്ത് കുറച്ച് ദിവസം ഞാൻ വീട്ടിൽ പോയി നിൽക്കാൻ തീരുമാനിച്ചു. ഹരിയേട്ടനും ഒപ്പം വന്നു. ഞങ്ങൾ രണ്ടാളും കൂടി അച്ഛനെയും അമ്മയെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ഉപ്പുമുളകിലെ വീട്ടിൽ അടി നടക്കുമ്പോൾ ഉള്ള അവസ്ഥയായിരുന്നു പിന്നെ അവിടെ. ആകെ ബഹളമായ. അമ്മയെ ചേർത്ത് പിടിക്കണോ, അച്ഛനെ ആശ്വസിപ്പിക്കണോ, ചിന്നുവിനെയും അപ്പുവിനെയും പൊറുക്കിയെടുക്കണോ എന്ന് കൺഫ്യൂഷനായി. ഡിവോഴ്സ് ആകുന്ന എല്ലാവരും പരസ്പരം അടിവെച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചു നിൽക്കും എന്നാണ് അവരുടെ ഒരു ചിന്താഗതി. ഞങ്ങൾ സമാധാനപരമായി കാര്യം അവതരിപ്പിച്ചതാണ് കുഴപ്പമായത്. ഞങ്ങൾക്കിടയിൽ വഴക്കൊന്നും ഇല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്നാണ് ചോദ്യം. സത്യമാണ്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടും ഇഷ്ടക്കേടും ഇല്ലല്ലോ. പരസ്പരം ധാരണയുണ്ട്. വഴക്കൊന്നും ഉണ്ടാകാറുമില്ല. കെട്ടിയോൻ്റെ കാമുകിയുടെ കാര്യം അവരോട് പറയാൻ മനസ്സ് വന്നില്ല. ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞു. ഇതിപ്പോൾ ഞങ്ങളാണോ ഡിവോഴ്സ് ആകുന്നത് അതോ അച്ഛനും അമ്മയുമാണോ എന്ന് പോലും തോന്നിപ്പോയി. പൊട്ടിക്കരച്ചിലും കെട്ടിപ്പിടുത്തവുമായി രണ്ടാളും നല്ല ബഹളം. NTR അന്ന് തന്നെ പോയി. എനിക്കൊരു 2 ആഴ്ചയെങ്കിലും നിൽക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും മോളെന്താ പിണങ്ങിപ്പോന്നതാണെന്ന് നാട്ടുകാരുടെ ചോദ്യങ്ങൾ സഹിക്കാൻ വയ്യാതെ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ മഠത്തിലേക്ക് തിരിച്ചുപോയി. ദേവച്ചനും ശ്രീദേവിയമ്മയും ഞാനും. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അപ്പവും ചിന്നുവും. ഞങ്ങൾ ഇത്രയും പേര് കൂടി കുടജാദ്രി, കൂർഗ്, മൂകാംബിക ഒക്കെ ട്രിപ്പ് പോയി ഒരാഴ്ച ചിലവഴിച്ചു. ശ്രീദേവിയമ്മയാണെങ്കിൽ ഇതിനിടയിൽ മോളോടൊപ്പം ഇനി ഇങ്ങനൊരു യാത്ര ഉണ്ടാകുമോ ഒന്നൊരു 100 വട്ടം എങ്കിലും പറഞ്ഞു കാണും. 7 മാസങ്ങൾ അതിവേഗം കൊഴിഞ്ഞുപോയി. കോടതി കൂടലും കൗൺസിലിംഗും ഒക്കെ ഇതിനിടയിൽ മുറ പോലെ നടന്നു. വക്കീലന്മാർ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിച്ചു. പരസ്പര ധാരണയോടുള്ള വെറുപ്പിൽ ആയതുകൊണ്ട് ചെളിവാരി എറിയലും അനാവശ്യമായ ആരോപണങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ടായില്ല. അത്രയും ആശ്വാസം. എൻ്റെ ഫസ്റ്റ് ഇയർ എക്സാം എല്ലാം കഴിഞ്ഞു. സെക്കൻഡ് ഇയറിലേക്കുള്ള സ്പെഷ്യലൈസേഷൻ ചെയ്യേണ്ട സമയമായി. ഞാൻ മാർക്കറ്റിങ്ങും HR-ഉമാണ് ചൂസ് ചെയ്തത്. ഞാൻ മഠത്തിൽ തന്നെയാണ് ഇപ്പോഴും താമസം. NTR ഇടയ്ക്ക് കേസിൻ്റെ കാര്യത്തിന് വിളി വരുമ്പോൾ വന്നു പോകും. അച്ഛനും അമ്മയും ആളോട് ഇപ്പോൾ തീരെ സംസാരിക്കാറില്ല. അങ്ങനെ നാളെയാണ് ഞങ്ങൾ ഇത്രയും നാളും കാത്തിരുന്ന കോടതി വിധി.